ലാൻഡ് ഓഫ് ലാൻഡ് റോവേഴ്സ്. സിലിഗുരി മുതൽ സിക്കിം വരെയുള്ള ഈ ഒരു ഭൂപ്രദേശത്തിന് അങ്ങനെ ഒരു പേര് കൂടിയുണ്ട്. കുത്തനെയുള്ള കയറ്റിറക്കങ്ങളും ഓഫ് റോഡുകളും നിറഞ്ഞ ഈ പ്രദേശത്ത് ഒരു 4x4 വാഹനം അനിവാര്യമായിരുന്നു. മിലിറ്ററി മൂവ്മെൻറ്റിനും ടീ എസ്റ്റേറ്റിൻ്റെ ആവശ്യങ്ങൾക്കുമായി ബ്രിട്ടീഷുകാർ ലാൻഡ് റോവേഴ്സ് കൊൽക്കത്ത പോർട്ട് വഴി ഇമ്പോർട്ട് ചെയ്യുകയും റെയിൽ വഴി ഡാർജിലിംഗിലേക്ക് എത്തിക്കുകയും ചെയ്തു. ചെറിയ വീൽ ബേസ്, കൂടുതൽ ടോർക്ക്, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ്. അന്ന് ലാൻഡ് റോവറിന് പകരം വെക്കാൻ മറ്റൊരു വാഹനം ഡാർജിലിംഗിൽ ഇല്ലായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യ UK-യിൽ നിന്ന് ഇമ്പോർട്ടിംഗ് തുടർന്നു. നേരിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ ആർമി സർപ്ലസ് ആയിട്ട് വരുന്നതും ടീ എസ്റ്റേറ്റുകളിൽ നിന്ന് ഒഴിവാക്കുന്നതും വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് വിൽക്കുന്നതുമൊക്കെയായി ഒട്ടനേകം ലാൻഡ് റോവേഴ്സ് ഡാർജിലിംഗിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. ഇന്നും ലാൻഡ് റോവേഴ്സ് ഡാർജിലിംഗ് തുടരാൻ കാരണം ഡാർജിലിംഗ് നൽകുന്ന ഷെയർ ടാക്സി പെർമിറ്റും അവിടെയുള്ള പ്രഗത്ഭരായ മെക്കാനിക്കുകളുമാണ്. ഇന്നും ഇവർ എങ്ങനെ പാർട്സ് സോഴ്സ് ചെയ്യുന്നു എന്നന്വേഷിച്ചു പോയ ഞങ്ങൾക്ക് കിട്ടിയ ഉത്തരം മഹീന്ദ്രയിലേക്ക് സ്വാപ്പ് ചെയ്ത എഞ്ചിനും ഗിയർ ബോക്സും വെൽക്കം ടു നേപ്പാൾ എന്നുള്ളൊരു ബോർഡുമായിരുന്നു.